സുഹൃത്തുക്കളെ എല്ലാവർക്കും ഐഡിയ ട്യൂബ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാവുന്ന ഒരു ആപ്ലിക്കേഷനാണ് സൂപ്പർ ബാക്കപ്പ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ. ഇതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് ഇതാണ്. ഈ ആപ്ലിക്കേഷൻ ഇതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ഫോണിലുള്ള എല്ലാ ഡാറ്റകളും ബാക്കപ്പ് ചെയ്തു വെക്കാനും അതുപോലെ തന്നെ റീസ്റ്റോർ ചെയ്തു വെക്കാനുള്ള ഓപ്ഷനുണ്ട്. ഈ കാണുന്നതിൽ തന്നെ ആപ്ലിക്കേഷനുകളും SMS-കളും കോണ്ടാക്റ്റുകൾ, കാൾ ലോഗ്, കലണ്ടർ, കാൾ റെക്കോർഡർ, അതുപോലെ തന്നെ ഇത് പിക്ചേഴ്സിനൊരു എക്സ്ട്രാ ആഡ് വന്നിട്ടുള്ള, പിന്നെ അതുപോലെ തന്നെ നമുക്കിത് ഗൂഗിൾ ഡ്രൈവിലേക്ക് സേവ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. എന്താണ് ഇതിൻ്റെ പ്രത്യേകതകൾ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. നമുക്ക് ആപ്ലിക്കേഷനാണ് ബാക്കപ്പ് ചെയ്ത് വെക്കേണ്ടതെങ്കിൽ ഇതിലുള്ള എല്ലാ ആപ്ലിക്കേഷനും നമുക്ക് ബാക്കപ്പ് ചെയ്ത് വെക്കാൻ പറ്റും. ഏതാണ്ട് 133 ആപ്ലിക്കേഷനിൽ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അത് ടോട്ടലായിട്ട് ബാക്കപ്പ് ചെയ്ത് വെക്കണമെങ്കിൽ അങ്ങനെയും, അല്ലെങ്കിൽ ഏതെങ്കിലും സെലക്ട് ചെയ്തത് മാത്രം നമുക്ക് ബാക്കപ്പ് ചെയ്ത് വെക്കാൻ പറ്റും. ഇനി നമുക്ക് ഇത് ഷെഡ്യൂൾ ചെയ്യാനും അതല്ലെങ്കിൽ സെറ്റിങ്സിൽ ഒരുപാട് മാറ്റം വരുത്താൻ പറ്റും. ബാക്കപ്പിന്റെ പാത്ത് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഏത് ഫോൾഡറിലേക്കാണോ നമുക്കിത് സേവ് ചെയ്യേണ്ടത് അത് പ്രത്യേകിച്ച് നമുക്ക് പാത്ത് കാണിച്ചു കൊടുക്കാം. SMS കോണ്ടാക്ട് ബാക്കപ്പ് എന്നായിരിക്കും ഈ ഒരു ആപ്ലിക്കേഷൻ സേവ് ആകുന്ന ഫോൾഡറിന്റെ പേര്. അപ്പോൾ ആ ആപ്ലിക്കേഷൻ ഫോൾഡറിലാണ് ഇതിന്റെ എല്ലാ SMS പ്രത്യേക എക്സ്ട്രാ ഫോൾഡറിലായിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ SMS കോണ്ടാക്ട് ബാക്കപ്പ് എന്ന് പറയുന്ന ഫോൾഡർ ഉണ്ടാവും. അതിൻ്റെ ഉള്ളിൽ SMS ബാക്കപ്പ്, അതുപോലെ കോണ്ടാക്ട് ബാക്കപ്പ്, കാൾ ലോഗ് ബാക്കപ്പ് എന്ന് പറഞ്ഞിട്ട് പ്രത്യേക ഫോൾഡർ ഉണ്ടാവും. അതിലായിരിക്കും നമ്മളെ ഫയലുകൾ ഉണ്ടായിരിക്കുക. ഇനി ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും. ഇത് പ്രത്യേകിച്ച് നമുക്ക് ഷെഡ്യൂൾ ചെയ്യേണ്ട ഗുണമെന്ന് പറയുന്നത് നമുക്ക് പ്രത്യേക ദിവസത്തിന്റെ ഇടവേളകളിൽ നമ്മൾ ആപ്ലിക്കേഷനുകളും കാൾ ലോഗുകളും നമ്മുടെ കോണ്ടാക്റ്റുകളും SMS-കളൊക്കെ കൃത്യമായിട്ട് ഇടവേളകളിൽ നമ്മൾ പ്രത്യേക കമാൻഡൊന്നും കൊടുക്കാതെ തന്നെ അത് സ്വന്തം സേവ് ചെയ്യും. ഇതുപോലെ റെഗുലർ SMS ബാക്കപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടെ കാണാൻ പറ്റും. ഇവിടെ റെഗുലർ ചെയ്ത് കൊടുക്കാം. എവറി ഡേ, എവറി 3 ഡേ, എവറി വീക്ക് തുടങ്ങി നെവർ വരെയുള്ള ഓപ്ഷൻ ഇതിൽ കാണാൻ പറ്റും. ഇത് SMS-ന്റെ കാര്യം മാത്രമല്ല, കോണ്ടാക്റ്റുകളും കാൾ റെക്കോർഡും എല്ലാം നമുക്കിങ്ങനെ ബാക്കപ്പ് ചെയ്ത് വെക്കാൻ പറ്റും. അതുപോലെ കലണ്ടറിന്റെ കാര്യം അതുപോലെ തന്നെയാണ്. ഇനി മാക്സിമം നമുക്ക് ഇതിൽ ഷെഡ്യൂൾ ചെയ്ത് വെക്കാൻ പുറമെ തന്നെ ആപ്ലിക്കേഷൻ ഇതിൽ ബാക്കപ്പ് ചെയ്യാൻ പറ്റും. നമ്മൾ ആപ്ലിക്കേഷന് ബാക്കപ്പ് ചെയ്യുന്ന സമയത്ത് നോട്ടിഫൈ ചെയ്യണോ എന്നുള്ള ഓപ്ഷൻ ഇതിലുണ്ട്. നോട്ടിഫൈ ചെയ്യണമെങ്കിൽ അത് നോട്ടിഫൈ ചെയ്യും. പിന്നെ ഇതിൽ നമ്മൾ ആപ്ലിക്കേഷന് നമുക്ക് സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഈ ലിങ്ക് വഴി ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി ഓരോന്ന് ജസ്റ്റ് പരിചയപ്പെടാം. നേരത്തെ നമ്മൾ ആപ്ലിക്കേഷൻ ബാക്കപ്പ് നമ്മൾ പരിചയപ്പെട്ടു. ഓരോന്ന് വേണമെങ്കിൽ ഓരോന്നും നമുക്ക് ബാക്കപ്പ് ചെയ്ത് കൊടുക്കാം. ബാക്കപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ ലിങ്കിലേക്ക് മാത്രമായിരിക്കും അത്. ഇപ്പോൾ ബാക്കപ്പ് കംപ്ലീറ്റഡ് എന്ന് കാണിച്ചു. 2 ആപ്ലിക്കേഷൻ മാത്രമാണ് നമ്മളിപ്പോൾ ബാക്കപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി SMS നമുക്ക് ടോട്ടലായിട്ട് ബാക്കപ്പ് ഓൾ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ SMS-ഉം നമ്മൾ നേരത്തെ പറഞ്ഞ SMS ബാക്കപ്പ് എന്ന് പറയുന്ന ഈ ഫയലിലേക്കാണ്, ഈ ഫോൾഡറിലേക്കാണ് സേവ് ചെയ്ത് വെക്കുക, ഈ ഫോൾഡറിലേക്ക്. ഇനി അത് സേവ് ചെയ്ത് നമുക്ക് ഫുൾ SMS സേവ് ചെയ്യേണ്ട ആവശ്യമില്ലെങ്കിൽ സിംഗിളായിട്ട് ബാക്കപ്പ് സിംഗിളായിട്ടുള്ള കോൺവെർസേഷൻ നമുക്ക് ബാക്കപ്പ് ചെയ്യാം. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇവിടെ എത്രത്തോളം SMS നമുക്ക് അയച്ചതും വന്നതുമുണ്ടോ അത് ഓരോന്ന് നമുക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്ത് ഓരോന്ന് മാത്രം നമുക്ക് സെലക്ട് ചെയ്ത് അത് മാത്രം ബാക്കപ്പ് ചെയ്ത് വെക്കാം. ഇനി അത് റീസ്റ്റോർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. റീസ്റ്റോർ നമ്മൾ എവിടെയാണ് ആ ഫയൽ ഉണ്ടെങ്കിൽ അത് റീസ്റ്റോർ ചെയ്യാൻ നമുക്ക് പറ്റും. അത് ക്ലൗഡ് സ്റ്റോറേജിലേക്കും ഡിലീറ്റ് ചെയ്യാൻ എല്ലാ ഓപ്ഷൻ അതിലുണ്ട്. ഇനി പ്രധാനപ്പെട്ട ഒരു ലിങ്ക് എന്ന് പറയുന്നത് ഇതിൻ്റെ കോണ്ടാക്ട് ബാക്കപ്പാണ്. എപ്പോഴും നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലിങ്ക്, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഫോണിലുള്ള നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഫോണിലുള്ള കോണ്ടാക്ട് തന്നെയാണ്. കോണ്ടാക്ട് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പക്ഷേ ബാക്കി എന്ത് തിരിച്ചു കിട്ടിയാലും കോണ്ടാക്റ്റുകൾ ചില അതിലുള്ള ഡാറ്റകൾ തിരിച്ചു കിട്ടണമെങ്കിൽ വളരെ പ്രയാസം. അതുകൊണ്ട് തന്നെ ഈ ആപ്ലിക്കേഷന് തീർച്ചയായും ഉപയോഗപ്പെടും. ബാക്കപ്പ് ഓൾ എന്ന് പറഞ്ഞാൽ ഇതിലുള്ള എല്ലാ കോണ്ടാക്റ്റുകളും ബാക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്.
അതുപോലെ നമ്മൾ കൊടുത്തിട്ടുള്ള ഫോണിൽ നമ്മൾ കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം അതിലോടൊപ്പം ബാക്കപ്പ് ആകും. ബാക്കപ്പ് കോൺടാക്ട് വിത്ത് ഫോൺ നമ്പേഴ്സിൻ്റെ കൂടെ സേവ് ആണെങ്കിൽ അങ്ങനെ റീസ്റ്റോർ ചെയ്യാനും, പിന്നെ വ്യൂ ബാക്കപ്പ് ചെയ്ത് വെച്ച ലിങ്കുകൾ നമുക്ക് കാണാൻ പറ്റും ക്ലൗഡ് സ്റ്റോറേജിലേക്കും, പിന്നെ ഡിലീറ്റ് ആൾ കോണ്ടാക്റ്റുകൾ, ഇതെല്ലാം ഇതിൽ ഓപ്ഷൻ ഉണ്ട്. പിന്നീട് കാൾ ലോഗ്, ഫോണിലേക്ക് വന്നിട്ടുള്ളതും തിരിച്ച് വിളിച്ചിട്ടുള്ളതുമായിട്ടുള്ള എല്ലാ വിവരങ്ങളും നമുക്ക് ഇത് സേവ് ചെയ്യാൻ പറ്റും. കോണ്ടാക്ട് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ലിങ്ക് എന്ന് പറയുന്നത് ബാക്കപ്പ് കലണ്ടറാണ്. കലണ്ടർ നമ്മൾ ഇപ്പോൾ സേവ് ചെയ്ത് വെക്കാറുള്ളത് ഓരോ ദിവസത്തെയും വിവരങ്ങൾ ഫോണിലെ നമ്മുടെ കലണ്ടറിലാണ് ഇപ്പോൾ സേവ് ചെയ്ത് വെക്കാറുള്ളത്. അത് നമുക്ക് കൃത്യം ഇടവേളയിൽ വേണമെങ്കിൽ സേവ് ചെയ്ത് വെക്കാം, അതല്ല നമുക്ക് മാനുവലായിട്ട് സേവ് ചെയ്ത് വെക്കാം. ഇത് ഇടവേളകൾ നമ്മൾ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ആ റെഗുലർ ഇൻ്റർവെല്ലിൽ തന്നെ അത് കൃത്യമായിട്ട് ബാക്കപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഇനി നമുക്ക് മാനുവലായിട്ട് ബാക്കപ്പ് ചെയ്ത് വെക്കണമെങ്കിൽ ബാക്കപ്പ് ഓൾ എന്ന് പറയുന്ന ഓപ്ഷനിൽ നമുക്കിത് ക്ലിക്ക് ചെയ്താൽ കൊടുക്കാൻ കഴിയും. പിന്നെ കോൾ റെക്കോർഡർ, ഇതിൽ പുതിയൊരു ആഡ് ആണത്. നമ്മൾ കോൾ ചെയ്തിട്ടുള്ള വന്നതുമായിട്ടുള്ള എല്ലാ കോൾ റെക്കോർഡറും ഇതിലുണ്ടായിരിക്കും. പിക്ചേഴ്സ് നമുക്ക് ഇതിൽ കുറച്ചുകൂടി ഒരു എക്സ്ട്രാ ആപ്ലിക്കേഷനും കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ തൽക്കാലം അതിപ്പോൾ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഗൂഗിൾ ഡ്രൈവിൻ്റെ ഗുണം എന്ന് പറയുന്നത് നമ്മൾ ക്ലൗഡ് സ്റ്റോറേജിലേക്ക് സേവ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഗൂഗിൾ ഡ്രൈവ് ഉപയോഗിക്കുന്നത്. അതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം. ഇത്രയാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഫോൺ ഹാങ് ആകുകയും മറ്റൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ ഫോണിൽ ഡാറ്റ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഈ ആപ്ലിക്കേഷൻ നന്നായിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഫോണിലുള്ള ഓട്ടോമാറ്റിക് ബാക്കപ്പ് അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് ബാക്കപ്പ് ചെയ്ത് വെക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചെങ്കിൽ ഇതിലുള്ള ബ്ലാക്ക് ലിസ്റ്റുകൾ അല്ലെങ്കിൽ വൈറ്റ് ലിസ്റ്റുകളൊക്കെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കണം. അതായത് ചില ഫോണിൽ നമ്മൾ മെമ്മറി ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ ടാസ്ക് കില്ലർ എന്ന് പറയുന്ന ആപ്ലിക്കേഷനൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ ഫോണിൽ വിവരങ്ങൾ കൂടുതൽ കുറച്ചുകൂടി സ്പീഡപ്പ് ആകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടുണ്ടാകുക. അതിൽ ഈ ആപ്ലിക്കേഷൻ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബ്ലാക്ക് ലിസ്റ്റിൽ നമ്മൾ ഈ ആപ്ലിക്കേഷൻ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ക്ലൗഡ് സ്റ്റോറേജിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ ഫോണിലേക്കോ റെഗുലർ ചെയ്തിട്ടുള്ള ബാക്കപ്പ് നടക്കില്ല. അപ്പോൾ അത് റിമൂവ് ചെയ്യാനും വൈറ്റ് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാനും ശ്രദ്ധിക്കണം. പിന്നെ SMS ബാക്കപ്പ് നമ്മൾ ഇപ്പോൾ ഫോണൊക്കെ റീസ്റ്റോർ ചെയ്യാനോ അല്ലെങ്കിൽ ഫാക്ടറി റീസെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫോൾഡറിൽ അല്ലെങ്കിൽ SD കാർഡിലേക്ക് SMS ബാക്കപ്പ് എന്ന് പറയുന്ന ഫയൽ നമ്മൾ റീസ്റ്റോർ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഇല്ലെങ്കിൽ അത് ആ റീസ്റ്റോർ ചെയ്തതിന് ശേഷം ആ ഫോൾഡർ നമ്മൾ ജസ്റ്റ് കോപ്പി ചെയ്ത് സുരക്ഷിതമായ സ്ഥാനത്തേക്ക് പേസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ഫോൺ റീസെറ്റ് ചെയ്യുക. എന്നിട്ട് വീണ്ടും നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മുടെ ഡാറ്റയും ആപ്ലിക്കേഷനും SMS-ഉം എല്ലാം നമുക്ക് പഴയതുപോലെ തന്നെ നമ്മുടെ ഫോണിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ കഴിയും. എല്ലാവരും ഈ ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ദയവേത് ലൈക്ക് അടിക്കുക, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കമൻറ്റുകളോ ദയവേത് ഷെയർ ചെയ്യണം. നന്ദി, നമസ്കാരം.